സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. കർത്താവ് പറഞ്ഞു, ഞാൻ അനുഗ്രഹിച്ചാൽ അത് എന്നത്തേക്കുമുള്ള അനുഗ്രഹമാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ എന്തെല്ലാം കഴിച്ചാലും ആരോഗ്യത്തോടെ ഇരിക്കും. അവർ എത്ര സമയത്ത് കിടന്നാലും സുഖമായിട്ട് ഉറങ്ങാൻ കഴിയും. ഞാൻ ഈ ഉള്ളതായ ദിവസങ്ങളിൽ അങ്ങനെയുള്ള അനുഗ്രഹം നൽകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് വേണമോ? നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശമോ മലകളും താഴ്വരകളും ഉള്ളതായി, ആകാശത്തു നിന്ന് പെയ്യുന്ന മഴവെള്ളം കുടിക്കുന്നതും നിന്റെ ദൈവമായ യഹോവ പരിപാലിക്കുന്നതുമാകുന്ന ദേശമാകുന്നു. കോർപ്പറേഷന്റെ വെള്ളമല്ല. നമ്മൾ കോർപ്പറേഷന്റെ വെള്ളമാണെന്ന് പറഞ്ഞ് അത് പ്രത്യേകമായിട്ട് കുടിക്കുന്നു. അത് എങ്ങനെയുള്ള വെള്ളമാണെന്ന് നിങ്ങൾക്കറിയാമോ? ആ വെള്ളത്തിൽ ഒരുപാട് മാലിന്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ എന്താണ് ചെയ്യുന്നത്? അതിൽ കുറച്ച് മരുന്നൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് ഫിൽട്ടർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇളക്കിയിട്ട് നിങ്ങൾക്ക് അത് കുടിക്കാൻ നൽകുന്നു. അതുപോലെ അതിൽ ക്ലോറിനും കലർത്തുന്നുണ്ട്. നമ്മൾ വിചാരിക്കും ഇത് കുടിക്കുമ്പോൾ നമുക്ക് വലിയ ആരോഗ്യം കിട്ടുന്നുവെന്ന്. നമ്മുടെ ശരീരത്തിൽ രക്തം കുറയുന്നത് കൊണ്ടാണ് നമ്മുടെ ശരീരം വെളുത്തു വരുന്നത്. അപ്പോൾ നമ്മൾ കുടിക്കുന്ന വെള്ളം ശുദ്ധമാണെങ്കിൽ നമ്മുടെ ശരീരം ആരോഗ്യമുള്ളതായിരിക്കും. ചില ദേശത്ത് ഞാൻ പോയിട്ട് കണ്ടിട്ടുണ്ട്, അവിടെയുള്ള ആളുകളുടെ പല്ലുകളൊക്കെ കറുത്തിരിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ പറയും, ഇവിടെ ഉണ്ടായിരിക്കുന്ന വെള്ളം ഇങ്ങനെയുള്ളതാണ് എന്ന്. ചില നാട്ടിൽ ചെന്ന് അവിടുത്തെ ആളുകൾക്ക് തലമുടി കാണില്ല. എന്താണെന്ന് ചോദിച്ചാൽ പറയും, ആ വെള്ളത്തിൽ തല കഴുകുന്നത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ സംഭവിക്കുന്നതെന്ന്. എന്താണ്? ഈ ലോകത്ത് നാം നോക്കുന്ന സമയത്ത് മാലിന്യം കലർന്നതായ വെള്ളം കുടിക്കുന്നതിൽ കൂടി പലവിധമായ രോഗങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണാൻ കഴിയും. എന്താണ്? ഇന്ന് കിട്ടുന്നതായ വെള്ളം ആളുകൾ ഫിൽട്ടർ ചെയ്ത് ക്ലോറിൻ ചെയ്ത് എന്തൊക്കെയോ ചെയ്തിട്ട് അത് ഉപയോഗിക്കുന്നു. എന്നാൽ ആകാശത്തു നിന്നും ദൈവം നൽകുന്നതായ മഴയിൽ കൂടി ലഭിക്കുന്ന ശുദ്ധജലം, നദികളിൽ കൂടി പ്രവഹിക്കുന്നതായ ശുദ്ധമായ ജലമിന്ന് മനുഷ്യർക്ക് കുറഞ്ഞു പോയിരിക്കുന്ന അവസ്ഥയാണ്. കൃത്രിമത്വത്തെയാണ് കാണുന്നത്. അതുകൊണ്ട് രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നു, ആരോഗ്യം നശിക്കുന്നു. എത്ര പുതിയ ഡോക്ടർമാർ വന്നാലും പുതിയ മരുന്നുകൾ കണ്ടുപിടിച്ചാലും നിങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ പോയി നോക്കുക. അപ്പോയിൻമെൻ്റ് എടുത്ത് പോയാൽ നമുക്ക് അവിടെ കാണുവാൻ കഴിയും, ലൈനായിട്ട് ആളുകൾ ഇരിക്കും. ഞാനൊരു ദിവസം ചിന്തിക്കാനിടയായി, പ്രാർത്ഥനയ്ക്ക് വരാൻ വേണ്ടി ഇരിക്കാൻ പറഞ്ഞാൽ ആരും ഇരിക്കില്ല. എന്നാൽ ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി ഞാൻ പോകണമെങ്കിൽ 12 മണിക്ക് വരണമെങ്കിൽ 11:30 ഞാൻ ചെന്ന് ചീട്ടൊക്കെ എടുത്തിട്ട് കാത്തിരിക്കും. 12 മണിയായാലും ഡോക്ടർ വരികയില്ല. വെയിറ്റ് ചെയ്യുവാനായിട്ടാണ് പറയുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞ് പറയും, നിങ്ങൾക്ക് മുമ്പേ 4 പേർ ചീട്ടെടുത്തിട്ടുണ്ട്, അതുകൂടെ കഴിയുന്നവരെ വെയിറ്റ് ചെയ്യണമെന്ന്. അയ്യോ ദൈവമേ! ഇത്രയും കാത്തിരുന്ന് പിന്നെ ഡോക്ടർ വന്ന് പരിശോധിച്ച് 2 മരുന്നൊക്കെ എഴുതി തരും. പിന്നെ അദ്ദേഹത്തിന് ഫീസൊക്കെ കൊടുത്ത് തിരിച്ചു വരാൻ വേണ്ടി നോക്ക്, എത്രയോ കഷ്ടതയാണ് അനുഭവിക്കുന്നത്. എന്നാൽ വൈദ്യന്മാർക്ക് വേണ്ടി കഷ്ടത അനുഭവിക്കും, എന്നാൽ ദൈവദാസന്മാർക്ക് വേണ്ടി അങ്ങനെ ആരും ചെയ്യില്ല. ശരിയല്ലേ? അതെ, ഫീസില്ലാത്ത പാസ്റ്റല്ലേ, അതുകൊണ്ട് ആരും കാത്തിരിക്കില്ല. ഒരു നിമിഷം നിൽക്കൂ ബ്രദർ, ഞാൻ ഒന്ന് കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നത്? ഇല്ല, ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കണം. ഞാൻ കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കണം, എന്നിട്ട് ഞങ്ങൾക്ക് പോകണം. എന്താണ്? ഒരു കൂട്ടം ഇപ്പോൾ ഉണ്ടായി വന്നിരിക്കുകയാണ്. നോക്കുക, ഇന്നുള്ള മനുഷ്യർ ലോകത്തിനു വേണ്ടി കഷ്ടപ്പെടുന്നു, ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു. എന്നാൽ ദൈവികമായ വിഷയങ്ങൾ വരുന്ന സമയത്ത് അതിന് വില കൊടുക്കുന്നില്ല. ദൈവം നൽകുന്ന ജീവജലം, ശമര്യ സ്ത്രീയോട് കർത്താവ് പറഞ്ഞു, ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവർക്ക് ഒരു നാളും ദാഹമുണ്ടാകുകയില്ല. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, എനിക്കും ആ വെള്ളം വേണമെന്ന്. അപ്പോൾ പറഞ്ഞു, ആ വെള്ളം നിനക്ക് വേണമെങ്കിൽ നീ ചെന്നിട്ട് നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക എന്ന്. അയ്യോ, എനിക്ക് ഭർത്താവില്ലല്ലോ എന്നവൾ പറഞ്ഞു. സത്യമാണ് നീ പറഞ്ഞത്, നിനക്ക് 5 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനും നിന്റെ ഭർത്താവ് അല്ല. ദൈവസന്നിധിയിൽ വരുമ്പോൾ കള്ളം പറഞ്ഞിട്ട് അനുഗ്രഹം നേടുവാൻ കഴിയില്ല. ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയത്തെ നാം തുറക്കണം. നമ്മുടെ യഥാർത്ഥ സ്ഥിതി കർത്താവിനോട് പറയുന്ന സമയത്ത് അവൻ നമ്മളോട് മനസ്സലിഞ്ഞ് നമ്മെ അനുഗ്രഹിക്കും. കർത്താവിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്ന വ്യക്തി കപടവേഷധാരിയായിരിക്കാൻ പാടില്ല. ദൈവം നൽകുന്നതായ ആ ജീവന്റെ ജലം അത് ആകാശത്തുനിന്ന് വരുന്നതാണ്. അത് മനുഷ്യൻ നൽകുന്നതല്ല, മനുഷ്യന്റെ പ്രവൃത്തി കൊണ്ടല്ല, ഉയരത്തിൽ നിന്ന് നൽകുന്നതായ ജലമാണ്. നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേലിരിക്കുന്നു. നിന്റെ ദൈവമായ യഹോവ അതിൻ്റെ മേൽ ദൃഷ്ടി വച്ചിരിക്കുന്നു. ദൈവത്തിന്റെ ശ്രദ്ധ അവിടെയായിരിക്കുന്നു. ദൈവമായ യഹോവ ഹാബേലിന്റെ യാഗത്തെ കൈക്കൊണ്ടു, കയീന്റെ യാഗത്തെ കൈക്കൊണ്ടില്ല. കൈക്കൊള്ളുക എന്ന് പറയുമ്പോൾ അംഗീകരിക്കുക, ദൃഷ്ടി വയ്ക്കുക, ശ്രദ്ധിക്കുക,
തൻ്റെ ദൃഷ്ടി അതിൻ്റെ മേൽ വെച്ചിട്ട് കാക്കുക എന്നതാണ്. നിന്റെ ജീവിതത്തിൽ ദൈവം ഈ ദിവസങ്ങളിൽ അങ്ങനെ ചെയ്യുവാനായിട്ട് നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിന്നെ നടത്തുന്നതായ ദിവസങ്ങളാക്കി മാറ്റുവാൻ നിനക്കെപ്പോഴും ആലോചന പറഞ്ഞു തന്നുകൊണ്ട് യഥാർത്ഥമായ ദൈവത്തിൻ്റെ ഹിതത്തിൽ കൂടി നടത്തുന്നതായ ദിവസങ്ങളാക്കി മാറ്റുവാൻ, തന്മൂലം നിന്റെ ജീവിതം അനുഗ്രഹമാക്കി മാറ്റുവാൻ കർത്താവ് നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. അവൻ നിന്നോടൊപ്പം ഉണ്ടായിരിക്കണമെന്ന് നീ ആശിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ വാക്ക് കേൾക്കണം, അവനെ നീ സ്നേഹിക്കണം, അവനെ അനുസരിക്കണം. നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരം നീ ജീവിച്ച് മുൻപോട്ട് പോകണം. യിരെമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം 17-ാം വാക്യം കൂടി നമുക്ക് നോക്കാം. അതിനു മുമ്പ് 17-ാം അധ്യായം 5-ാം വാക്യം നോക്കാം. ഒരാൾ യിരെമ്യാവ് 2:17 വായിക്കുക, മറ്റൊരാൾ 17:5 വായിക്കുക. നിന്റെ ദൈവമായ യഹോവ നിന്നെ വഴി നടത്തിയപ്പോൾ അവനെ ഉപേക്ഷിക്കൊണ്ടല്ലയോ നീ ഇത് സമ്പാദിച്ചത്. അതുകൊണ്ടാണല്ലോ ഈ കഷ്ടത നീ വരുത്തിവെച്ചത്. ഈ വർഷത്തിൽ ദൈവം നിന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ഇന്നലെ വരെ നിന്നെ ദൈവം നടത്തിയതായ സ്ഥാനത്ത് ഇന്നിപ്പോൾ നിനക്ക് നീ തന്നെ കഷ്ടത വരുത്തിവെക്കുകയാണ്. നീ തന്നെ സ്വന്തം ഇഷ്ടങ്ങളിലൂടെ മുൻപോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അടുത്തത്, ഇപ്പോഴോ മിസ്രൈമിലേക്കുള്ള യാത്ര എന്തിന്? ഷീഹോരിലെ വെള്ളം കുടിപ്പാനോ? അശൂരിലേക്കുള്ള യാത്ര എന്തിന്? ആ നദിയിലെ വെള്ളം കുടിപ്പാനോ? നിന്റെ ദുഷ്ടത തന്നെ നിനക്ക് ശിക്ഷയും നിന്റെ വിശ്വാസത്യാഗങ്ങൾ നിനക്ക് ദണ്ഡനവുമാകും. അതുകൊണ്ട് നിന്റെ ദൈവമായ യഹോവയെ ഉപേക്ഷിച്ചതും എൻ്റെ ഭയം നിനക്കില്ലാതിരിക്കുന്നതും. എന്താണ് കർത്താവയോട് പറയുന്നത്? ദൈവം നിനക്ക് ജീവജലം നൽകാമെന്ന് പറയുമ്പോൾ നീ മിസ്രൈമിലുള്ളതായ നദി അന്വേഷിച്ചു പോകുന്നു. നീ വഴിതെറ്റിപ്പോയിട്ട് നീ തന്നെ നിന്റെ ജീവിതത്തിൽ കഷ്ടത വരുത്തുന്നു. എന്നാൽ നിന്നെ വിളിച്ച ദൈവം അവിശ്വസ്തനായവനല്ല. ഇനി വായിക്കുക 17-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മനുഷ്യനിൽ ആശ്രയിച്ചു ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. അവൻ മരുഭൂമിയിലെ ചൂരച്ചെടി പോലെയാകും. നന്മ വരുമ്പോൾ അതിനെ കാണാത്ത മരുഭൂമിയിലെ വരണ്ട പ്രദേശങ്ങളിലും നിവാസികളില്ലാത്ത ഉവർ നിലങ്ങളിലും പാർക്കും. ഇവിടെ എന്താണ് നാം വായിക്കുന്നത്? മനുഷ്യനിൽ ആശ്രയിച്ചുകൊണ്ട്, പണത്തിൽ വിശ്വസിച്ചുകൊണ്ട്, സമ്പത്തിൽ ആശ്രയിച്ചുകൊണ്ട്, വസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട് ജീവനുള്ള ദൈവത്തെ തള്ളിക്കളഞ്ഞതായ മനുഷ്യന്റെ അവസ്ഥ മരുഭൂമിയിലെ ചൂരച്ചെടി പോലെയാകും. വരണ്ടു കിടക്കുന്ന ഭൂമിയിലെ ചൂരച്ചെടി പോലെയാകുമെന്നാണ്. ആ ചൂരച്ചെടി എത്ര വളർന്നാലും അതിൻ്റെ വലിപ്പം ഇത്രയുമേ കാണുകയുള്ളൂ. അത് മുകളിലേക്ക് വളരില്ല, വശങ്ങളിലേക്ക് വളരില്ല, അതിലൊരു പൂവ് കാണില്ല, കായ് കാണില്ല, അതിന് ഒരു ഫലമുണ്ടാകില്ല. അതുകൊണ്ട് ആർക്കും പ്രയോജനമുണ്ടാവുകയില്ല, ദോഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയാണ് ഇന്നുള്ളതായ ചില മനുഷ്യരുടെ ജീവിതങ്ങളും. കർത്താവിനെ വിട്ടു ജീവിക്കുന്നതായ ചില മനുഷ്യരുടെ ജീവിതങ്ങൾ ഇതുപോലെ പ്രയോജനമില്ലാത്തതാണ്. ഒരു മദ്യപാനിയുടെ ജീവിതം അവിടുത്തെ ഭാര്യയ്ക്കും മാതാപിതാക്കൾക്കും എങ്ങനെയായിരിക്കും? വളരെ സന്തോഷകരവും ആഹ്ലാദകരവുമാണോ? എന്താണ് സംസാരിക്കാത്തത്? മുൾച്ചെടിയുടെ അരികിലിരുന്നാൽ എങ്ങനെയാണ് മുള്ളുകൊണ്ട് കയറുന്നത്? എങ്ങനെയാണ് അസ്വസ്ഥതയാകുന്നത്? അതേപോലെയുള്ള അനുഭവമായിരിക്കും. അവൻ വരുന്നു എന്ന് കേൾക്കുമ്പോൾ അയ്യോ ദാ വരുന്നുണ്ട്, ഇപ്പോൾ എന്തായിരിക്കും സ്ഥിതി? എന്തായിരിക്കും വഴക്കുണ്ടാക്കുന്നത്? ആരെയായിരിക്കുമെന്ന് ചീത്ത വിളിക്കുന്നത്? അയ്യോ ദൈവമേ, എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? കുഞ്ഞുങ്ങളാണെങ്കിൽ കട്ടിലിൻ്റെ അടിയിൽ കയറി ഒളിക്കാനിടയാകും. മക്കൾ കട്ടിലിൻ്റെ അടിയിലും കസരയുടെ അടിയിലും കയറി ഒളിക്കും. മറ്റു ചിലർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. നിന്റെ ജീവിതം കാരണം മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടാകുന്നുണ്ടോ? അതോ മറ്റുള്ളവർ നിന്റെ ജീവിതം കാരണം ദുഃഖം അനുഭവിക്കുന്ന അവസ്ഥയിലാണോ ഉള്ളത്? ദൈവത്തെ ഉപേക്ഷിച്ച് മനുഷ്യരെ ആശ്രയിക്കുന്ന ആളുകളുടെ ജീവിതം മരുഭൂമി പോലെ ആയിരിക്കും, ചൂരച്ചെടി പോലെ ആയിരിക്കും. അവർ ശാപഗ്രസ്തരായിരിക്കുമെന്ന വചനം പറയുന്നു. എന്നാൽ അടുത്തത് 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നതായ വ്യക്തി ഭാഗ്യവാനാണ്. ആരിലാണ്? യഹോവ ആരാണ്, യേശു കർത്താവ് ആരാണ് എന്ന് പറഞ്ഞ് തർക്കിക്കേണ്ട ആവശ്യമില്ല. എന്നെ കണ്ടിരിക്കുന്നവൻ പിതാവിനെയും കണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. യഹോവയായ ദൈവത്തെ നാം കണ്ടിട്ടില്ല. എന്നാൽ യഹോവയായ ദൈവത്തിൻ്റെ ആ സ്നേഹത്തെ ഈ ലോകത്തിന് വന്ന് കാണിച്ചു തന്നതായ വ്യക്തി എൻ്റെ യേശുവാണ്. എനിക്കറിയാം അവൻ നമ്മുടെ എല്ലാം യേശു ക്രിസ്തുവാണ് എന്നെനിക്കറിയാം. അവൻ്റെ മുഖത്ത് ആ പിതാവിൻ്റെ തേജസ് കാണുവാൻ കഴിയും. അവൻ്റെ ജീവിതത്തിൽ ആ പിതാവിൻ്റെ ശക്തിയെ കാണുവാനായിട്ട് കഴിയും. അവൻ്റെ വാക്കുകളിൽ പിതാവിൻ്റെ ശക്തിയെ കാണുവാൻ കഴിയും.
യേശുവിൽ ആശ്രയിക്കുന്ന വ്യക്തികൾക്ക് ഒരു നന്മയ്ക്കും കുറവുണ്ടാകില്ല. ആരിലാണ് നീ വിശ്വസിക്കുന്നത്? മനുഷ്യനെയാണോ വിശ്വസിക്കുന്നത്? കർത്താവിനെയാണോ വിശ്വസിക്കുന്നത്? ആരുടെ വാക്കുകൾ അനുസരിച്ചുകൊണ്ടാണ്, ആരെ അനുസരിച്ചാണ് നീ നടക്കുന്നത്? ആരുടെ ആലോചനയാണ് നീ കൈക്കൊള്ളുന്നത്? നീ ലോകത്തിന്റെ ആലോചന കൈക്കൊള്ളുകയാണെങ്കിൽ നിന്റെ ജീവിതം മരുഭൂമി പോലെയാകും. കർത്താവിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്താണ് അടുത്തത് പറയുന്നത്? യഹോവ അവന് ആശ്രയമായിരിക്കും. ദൈവം അവന് ആശ്രയമായിരിക്കും. ദൈവം അവന് ആശ്രയമായിരിക്കും. ചില വാക്കുകൾ, ലേറ്റസ്റ്റ് വാക്കുകൾ ഉപയോഗിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകില്ല. യഹോവയായ ദൈവം അവർക്ക് ഒരു ബോഡി ഗാർഡിനെ പോലെ ആയിരിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുമോ? നമുക്കറിയാം, സി കാറ്റഗറി, ഇസഡ് കാറ്റഗറി, അങ്ങനെ വ്യത്യസ്തമായ കാറ്റഗറിയിലുള്ളതായ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ട്. അവിടെ നമുക്കറിയാം സുരക്ഷയുടെ റേഞ്ചുകളുണ്ട്. പ്രൈം മിനിസ്റ്ററിന് ഒരു രീതിയിലുള്ളത്, അങ്ങനെ ഹയസ്റ്റ് സെക്യൂരിറ്റി ഗാർഡ്സ്, ഹയസ്റ്റ് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ്, ഒരു പ്രധാനമന്ത്രിയെ കാത്തു സൂക്ഷിക്കുവാൻ എത്രയോ ആളുകളുണ്ടെന്നറിയാമോ? കണ്ണിമ വെട്ടാതെ അവർ ഓരോരോ കാര്യങ്ങളും വീക്ഷിച്ചുകൊണ്ടേയിരിക്കും. ഒരു അപകടവും സംഭവിക്കാതെ, അദ്ദേഹത്തിന്റെ മുടിക്ക് പോലും ഒന്നും സംഭവിക്കാതെ നോക്കുന്ന വലിയൊരു സെക്യൂരിറ്റി ഉണ്ട്. ഇവിടെ നാം നോക്കുമ്പോൾ ആ സെക്യൂരിറ്റിക്ക് ഒരുപാട് പണവും നാം ചിലവഴിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ എന്താണ് കർത്താവ് പറയുകയാണ്? ഒരു പണം പോലും ചിലവഴിക്കാതെ, ഒരു ബോഡി ഗാർഡിനെ പോലും നീ നിന്റെ കാവലിനായിട്ട് വയ്ക്കാൻ ഇടയാകാതെ കർത്താവ് നിനക്ക് ആശ്രയമായിരിക്കും. അവന്റെ ചിറകിന്റെ കീഴിൽ നിന്നെ അവൻ സൂക്ഷിക്കും. നീ എവിടെയാണോ പോകുന്നത് അവിടെ ആ ദൈവത്തിന്റെ വലിയ സുരക്ഷ നിനക്കുണ്ടായിരിക്കും. 91 സങ്കീർത്തനം 1 വാക്യം, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവ ശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. അവന്റെ നിഴലിൻ കീഴിൽ പാർക്കുന്നവനാണ് ഭാഗ്യവാൻ. ഈ വർഷത്തിൽ എനിക്ക് ദൈവത്തിന്റെ ഈ വലിയ കാവൽ ആവശ്യമാകുന്നു എന്ന് പറയുന്നവർ 3 തവണ ഹല്ലേലൂയ എന്ന് പറയാമോ? ഏതു സുരക്ഷയാണ് വേണ്ടത്? അത്യുന്നതന്റെ ചെറുകിൻ മറവിൽ ഞാനായിരിക്കണം. ആ സർവശക്തന്റെ നിഴലിൻ കീഴിൽ ഞാൻ പാർക്കുമ്പോൾ ഒരു അപകടവും ഒരു രോഗവും ഒരു ദുഃഖവും ഒരു ആപത്തും എനിക്ക് സംഭവിക്കില്ല. ഒരു കള്ളനും എന്നെ തൊടുകയില്ല, ഒരു ദുഷ്ടനും എന്നെ എതിർക്കുകയില്ല, ഒരു പിശാചിനും എന്നെ തൊടുവാൻ കഴിയുകയില്ല. എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കുന്ന സമയം. കർത്താവ് പറയുകയാണ്, ഇനിയുള്ള കാലങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് ആശ്രയ ദുർഗമായിരിക്കും എന്ന്. എന്താണ് പറയുന്നത്? മിസ്രൈമിലെ അനുഭവങ്ങൾ നിനക്കുണ്ടായിരിക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് ദുഃഖം ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ ഇപ്പോഴുള്ള സമയത്ത്, ഇനിയുള്ള കാലത്ത് ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഞാൻ നിന്നെ പരിപാലിക്കും. നീ എന്നിൽ വിശ്വസിക്കണം. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതായ വൃക്ഷം പോലെയായിരിക്കും. ആറ്റരികത്ത് നട്ടിരിക്കുന്നതായ ഒരു വൃക്ഷത്തിന് വെള്ളമില്ല എന്നുള്ളതായ പരാതി ഉണ്ടാകുമോ? ഉണങ്ങിപ്പോകുമെന്ന് പറഞ്ഞുള്ള സങ്കടമുണ്ടോ? എനിക്ക് ഫലമുണ്ടാകില്ല എന്നുള്ള ആകുലത ഉണ്ടാകുമോ? ആറ്റരികത്ത് നട്ടിരിക്കുന്നതായ ഒരു വൃക്ഷത്തിനെ പോലെ അതാത് സമയത്ത് നിനക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുവാൻ മതിയായവനായ, നിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതായ കർത്താവിന്റെ മടിയിലാണ് നീ ആയിരിക്കുന്നത്. നീ കരം നീട്ടിയാൽ നിന്നെ കരം പിടിച്ചുയർത്തുന്നതായ ദൈവമാണ്. നീ ചോദിച്ചാൽ നിനക്ക് നൽകുന്നതായ കർത്താവാണ്. നിന്നെ അവൻ ബലപ്പെടുത്തും. അതുകൊണ്ട് അവനോട് ചോദിക്കാം. ഹല്ലേലൂയ. വായിക്കാം. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല, അതിൻ്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. ആകുലത ഉണ്ടാവുകയില്ല, ഭയമുണ്ടാവുകയില്ല. എത്ര പേർക്ക് ഈ വാഗ്ദത്തം നേടിയെടുക്കുവാനായിട്ട് കഴിയും? കർത്താവെ, നിന്നെ വിട്ട് ഞാൻ എവിടെയും പോവുകയില്ല. എൻ്റെ ജീവിതത്തിൽ ഈ അനുഗ്രഹങ്ങൾ എനിക്ക് വേണം. ആറ്റരികത്ത് നട്ടിരിക്കുന്ന ഒരു വൃക്ഷത്തെ പോലെ ഞാൻ നിന്നോട് ചേർന്നിരിക്കും. നിന്റെ ചെറുകിൻ മറവിൽ ഞാൻ നിവസിക്കും. നിത്യവും ഫലം കായ്ക്കുന്ന വ്യക്തിയായിട്ടിരിക്കും. നിത്യവും സന്തോഷിക്കുന്ന വ്യക്തിയായിട്ടിരിക്കും. നിന്നിൽ നിന്ന് ആഹാരം സ്വീകരിച്ചുകൊണ്ട് ഞാൻ ബലപ്പെടുവാനിടയാകും. വായിക്കാം. ആവർത്തന പുസ്തകം 11 അധ്യായം 1 വാക്യം. ആകയാൽ നിന്റെ ദൈവമായ യഹോവയെ നീ സ്നേഹിച്ച് അവന്റെ പ്രമാണങ്ങളും ചട്ടങ്ങളും വിധികളും കൽപ്പനകളും എല്ലായ്പ്പോഴും പ്രമാണിക്കണം. എന്താണ് പറയുന്നത്? ദൈവമായ കർത്താവിനെ നീ സ്നേഹിക്കണം. അവൻ നമ്മിൽ നിന്ന് സ്നേഹമാണ് ആഗ്രഹിക്കുന്നത്. നിന്നെ സ്നേഹിക്കുന്ന കർത്താവ് നിന്റെ സ്നേഹവും ആഗ്രഹിക്കുന്നു. നിനക്ക് പ്രാണൻ തന്ന് സ്നേഹിച്ച കർത്താവ് നിന്നെ
സ്നേഹിക്കുമ്പോൾ നിന്റെ സ്നേഹം അതുപോലെ കിട്ടുവാനും ആഗ്രഹിക്കുന്നു. അവനെ സ്നേഹിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കണം. അവൻ്റെ കൽപ്പനകൾ കഠിനമായത് അല്ല. അവൻ്റെ കൽപ്പനകൾ പഴയ നിയമത്തിൽ കഠിനമായിട്ട് തോന്നുന്നുവെങ്കിലും 10 കൽപ്പനകൾ അനുസരിക്കുന്നത് മനുഷ്യന് സാധ്യമല്ല എന്ന് തിരിച്ചറിഞ്ഞതായ കർത്താവ് ഈ ലോകത്തിൽ ആ കൽപ്പനകളെ, ആ 10 കൽപ്പനയെ ചുരുക്കി 2 കൽപ്പനകളാക്കി കൊടുക്കാനിടയായി. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ശക്തിയോടും പൂർണ്ണ സ്നേഹത്തോടും പൂർണ്ണ മനസ്സോടുകൂടി സ്നേഹിക്കുകയും അതുപോലെ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. ഈ 2 കൽപ്പനകൾ അനുസരിക്കുന്നവൻ 10 കൽപ്പനകൾ അനുസരിക്കുന്നതാണ്. ദൈവത്തെ സ്നേഹിക്കുന്ന മനുഷ്യൻ അവൻ്റെ വിശുദ്ധ ദിവസത്തെ കൈക്കൊള്ളും, കർത്താവിന് 1-ാം സ്ഥാനം കൊടുക്കും, കർത്താവിനെ പൂർണ്ണമായി സ്നേഹിക്കും. അതുപോലെ അയൽക്കാരനെ സ്നേഹിക്കുന്ന മനുഷ്യൻ അയൽക്കാരന് ദോഷം ചെയ്യില്ല, കള്ളം പറയുകയില്ല, അയൽക്കാരന് എതിരെ കള്ളസാക്ഷ്യം പറയുകയില്ല, അയൽക്കാരൻ്റെ ഒന്നും മോഷ്ടിക്കുകയില്ല. ഈ എല്ലാ കൽപ്പനകളും സ്നേഹമെന്നതായ ഒറ്റ കൽപ്പന അനുസരിക്കുന്നതിൽ കൂടി ഇവിടെ നിവർത്തിക്കുകയാണ് ചെയ്യുന്നതെന്ന് കാണാം. ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തിൽ ആശ്രയം വയ്ക്കുക. അതുപോലെ മനുഷ്യനെ സ്നേഹിക്കുക, മനുഷ്യന് ദോഷം ചെയ്യാതെ അനേകം ആളുകൾക്ക് ഉപകാരം ചെയ്യുക. നിന്റെ ജീവിതം അനേകർക്ക് നന്മയായി മാറട്ടെ. അതാണ് പറയുന്നത്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുക, എന്നെ സ്നേഹിക്കുക, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അത്ഭുത കാര്യങ്ങൾ ചെയ്തു തരും. കർത്താവ് പറയുകയാണ്, നീ എന്നെ സ്നേഹിക്കുകയാണെങ്കിൽ, നീ എൻ്റെ കൽപ്പനകളെ കൈക്കൊള്ളുകയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ, വലിയ അത്ഭുതങ്ങൾ, അനുഗ്രഹങ്ങൾ ഞാൻ ചെയ്യും. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറയുന്നു, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു, നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിക്കുന്നു, നിങ്ങൾ എന്നെ വിട്ട് ഒന്നും ചെയ്യുകയില്ല. എന്താണ് പറയുന്നത്? കൊമ്പ് മുന്തിരിവള്ളിയിൽ ആയിരിക്കുമ്പോൾ, നല്ല ഫലം കായ്ക്കുമ്പോൾ ഈ വള്ളി കൊണ്ട് എനിക്കെന്താണ് പ്രയോജനം എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അത് അടർന്നു വീഴുന്നു എന്ന് വിചാരിക്കുക. എന്തു സംഭവിക്കും? ഇങ്ങനെയുള്ളതായ ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഉപയോഗിക്കുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം നമ്മുടെ കൂട്ടായ്മയെ അനുഗ്രഹിക്കുന്നത് കൊണ്ടാണ്. ദൈവത്തിൻ്റെ ഉപദേശങ്ങൾ നിങ്ങൾ കേട്ടുകൊണ്ട് നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ, അതുപോലെ പ്രാർത്ഥനാ ജീവിതത്തെ ക്രമപ്പെടുത്തി അതുകൊണ്ടുണ്ടാകുന്ന അനുഗ്രഹമാണ്. നിങ്ങൾക്ക് ഫലം കായ്ക്കുമ്പോൾ നിങ്ങൾ സഭയെ ഉപേക്ഷിക്കുകയാണെങ്കിൽ, വചനത്തെ ഉപേക്ഷിച്ചാൽ എന്ത് സംഭവിക്കും? 10 വിറക് ഒരുമിച്ചിരുന്ന് കത്തുന്ന സമയത്ത് ഒരു വിറക് തീരുമാനിക്കുന്നു, എനിക്കങ്ങനെ ഒരുമിച്ചിരുന്ന് കത്തേണ്ട ആവശ്യമില്ല, ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വന്ന് കത്തുവാൻ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞ് വെളിയിൽ വരികയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? എന്താണ് നിങ്ങൾ പറയുക? എന്താണ് സംഭവിക്കുന്നത്? അത് കെട്ടുപോകും. ഒരുമിച്ചിരിക്കുമ്പോഴേ കത്തുകയുള്ളൂ, സെപ്പറേറ്റ് ആയിട്ട് വരുമ്പോൾ അത് അണഞ്ഞു പോകുന്നു. നിനക്ക് തന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല, നിനക്കൊറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. നിന്റെ പിന്നിൽ പ്രാർത്ഥനയുടെ സഭയുണ്ട്, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തികളുണ്ട്, ഒരു സമൂഹമുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, നിങ്ങൾ കൂട്ടായ്മയായിട്ട് സഭയിൽ കടന്നു വരേണ്ടതാണ്. അതുപോലെ സ്നേഹിക്കുവാനും നല്ല കാര്യങ്ങൾ ചെയ്യുവാനും പരസ്പരം നിങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. ഞായറാഴ്ച നിനക്ക് പ്രസംഗിക്കാൻ അവസരം കിട്ടുന്നതായ സമയത്തും പ്രസംഗം കേൾക്കുവാൻ വേണ്ടി മനസ്സ് കാണിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. ദൈവമക്കളുമായിട്ടുള്ള കൂട്ടായ്മയെ വിട്ടിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആശയോടെ വെളിയിൽ ചെന്നാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് എത്ര അത്യാവശ്യമുണ്ടായാലും, എത്ര ദൂരദേശങ്ങളിൽ പോകുന്നതായ സമയത്തും ഞാൻ പരമാവധി എൻ്റെ സഭയെ വിട്ടിട്ട് പോകുവാൻ വേണ്ടി പരിശ്രമിക്കുക. അത്യാവശ്യ ഘട്ടങ്ങൾ മാത്രമായിരിക്കും ഞാൻ മാറിയിരിക്കാറുള്ളത്. നല്ല നല്ല അവസരങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ഞായറാഴ്ചകളും സിറ്റികളിൽ മുഴുവൻ കറങ്ങി ഓരോരോ സഭകളിൽ ചെന്ന് പ്രാർത്ഥന ചെയ്യുവാനുള്ള ആഗ്രഹം എനിക്കില്ല. മറിച്ച് മറ്റുള്ള സ്ഥലങ്ങളിൽ പലപ്പോഴും വലിയ വലിയ മീറ്റിങ്ങുകളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ അത് ഞാൻ പോകാറുണ്ട്. എന്നാൽ എനിക്ക് നൽകിയിരിക്കുന്നതായ ഈ സഭയിൽ ഞാൻ പഠിച്ചിരിക്കുന്നതായ പാഠങ്ങൾ, എൻ്റെ അനുഭവങ്ങളെ, എൻ്റെ കൂട്ടായ്മയിൽ സന്തോഷിച്ച് ഇവിടെ തന്നെ നിൽക്കുന്നതാണ് എനിക്ക് ഏറ്റവും തൃപ്തികരം. നിലനിൽക്കുവാനിടയാകണം, ഉറച്ചു നിൽക്കണം. കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളിൽ വസിക്കുകയാണെങ്കിൽ നിങ്ങൾ ഫലം കായ്ക്കും. നിങ്ങൾക്ക് ആകുലത ഉണ്ടാകില്ല, ഭാരമുണ്ടാവുകയില്ല, നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാവുകയില്ല. ആകുലത ഉണ്ടാകില്ല, ദുഃഖമുണ്ടാകില്ല, ഭയമുണ്ടാകില്ല. ഈ കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടോ? എന്തുകൊണ്ടില്ല? എല്ലാവർക്കും ഉണ്ടല്ലേ? ചില ആളുകൾ ചോദിക്കുമ്പോൾ അത് വ്യക്തമായിട്ട് പറയാനിടയാകും. എന്തൊക്കെയാണ്? ആകുലതയും വേദനയും ഭയമില്ലാത്ത ആരും തന്നെ ഈ ലോകത്തിൽ ഇല്ല. എന്നാൽ കർത്താവ് നമ്മോട് കൂടെ ഇരിക്കുമ്പോൾ, നമ്മൾ അവൻ്റെ കരത്തിൽ ആയിരിക്കുമ്പോൾ പേടിക്കില്ല. അവൻ നമ്മുടെ ആവശ്യങ്ങൾ നൽകിത്തരുമ്പോൾ വിചാരപ്പെടില്ല. ഞാൻ പോകുന്ന വഴി എനിക്കറിയില്ല, എന്നാൽ എന്നെ നടത്തുന്ന വ്യക്തി എനിക്കറിയാമെന്ന് ഒരു വ്യക്തി പറഞ്ഞു.
ഞാൻ എവിടേക്ക് പോകുന്നുവെന്ന് എനിക്കറിയില്ല. എന്നാൽ നടത്തുന്ന കർത്താവിനെ എനിക്കറിയാം. ആ കർത്താവ് എന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. അതുകൊണ്ട് കൂരിരുൾ താഴ്വരയിൽ കൂടി ഞാൻ നടന്നാലും ഒരു അനർത്ഥവും എനിക്ക് സംഭവിക്കില്ല. ദൈവത്തിൽ വസിച്ചെങ്കിൽ മാത്രമേ ഫലം കായ്ക്കൂ. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാൽ വർദ്ധിച്ചു വരണമെന്ന്, അവൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കണമെന്നും കർത്താവ് ആഗ്രഹിക്കുന്നു. നിങ്ങൾ ദൈവിക ആരാധന ഉപേക്ഷിക്കരുത്. ഉപവാസ പ്രാർത്ഥനകൾ അലക്ഷ്യമായിട്ട് കാണരുത്. ദൈവിക കൂട്ടായ്മയിൽ നിങ്ങൾ അറിയാതെ തന്നെ ദൈവത്തിൻ്റെ ആത്മീയ ശക്തി നിങ്ങൾ പ്രാപിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ കർത്താവിൻ്റെ ആ ശക്തി നമ്മുടെ മേൽ വരുന്നത് കൊണ്ട് നമ്മൾ എല്ലാവരും ആത്മീയമായി ബലം പ്രാപിക്കുന്നു. കുടുംബമായി നമ്മൾ ബലപ്പെടുന്നു. നമ്മുടെ ജീവിതം അനുഗ്രഹമായി തീരുന്നു. ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ശക്തി പ്രാപിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു കുറവുമില്ലാത്തവരായി നമ്മയെല്ലാം അവൻ്റെ ചിറകിൻ കീഴിൽ വഹിച്ചുകൊണ്ട് നമ്മെ പരിപാലിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഒന്നുകൂടി വായിക്കാം. ആവർത്തന പുസ്തകം 11-ാം അധ്യായം 12-ാമത്തെ വചനം. നിന്റെ ദൈവമായ യഹോവ പരിപാലിക്കുന്നതുമായ ദേശമാകുന്നു. ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേൽ ഇരിക്കുന്നു. എന്താണ്? അവൻ്റെ ദൃഷ്ടി എല്ലായ്പ്പോഴും നിന്റെ മേലാകുന്നു. നിന്റെ ദൈവമായ യഹോവയുടെ കണ്ണുകൾ ഒരു ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ, അതായത് ഒരു വർഷത്തിൻ്റെ ആരംഭം മുതൽ ആ വർഷത്തിൻ്റെ അവസാനം വരെ ദൈവമായ യഹോവയുടെ കണ്ണുകൾ നിന്റെ മേലുണ്ടായിരിക്കും. ഒന്ന് ചിന്തിക്കൂ. ഇതിനേക്കാൾ വലിയ വാഗ്ദത്തം, അനുഗ്രഹം നിനക്ക് എന്താണ് വേണ്ടത്? നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധയോടെ നോക്കുമ്പോൾ, അയ്യോ എവിടെ പോയി, അയ്യോ കാണുന്നില്ല എന്ന് നിങ്ങൾ ഒരു നിമിഷം അങ്ങോട്ടൊന്ന് തിരിഞ്ഞ സമയത്ത് ആ കുഞ്ഞെങ്ങോട്ടോ പോയി. കുഞ്ഞ് വീഴുവാനിടയാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം സംഭവിക്കും. അതായത് ഒരു നിമിഷം നിന്റെ കണ്ണൊന്ന് മാറിയ സമയത്ത് കുഞ്ഞിന് അപകടം നേരിട്ടു. എന്നാൽ ദൈവത്തിൻ്റെ ദൃഷ്ടി എല്ലായ്പ്പോഴും നിന്റെ കൂടെയുണ്ട്. അത് രാത്രിയിലും പകലിലും, നീ പോകുന്നതായ സകല ഇടങ്ങളിലും. വീട്ടിലായിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നമുക്കറിയാം. എന്നാൽ അവർ വെളിയിൽ പോകുമ്പോൾ എവിടെ പോകുന്നതെന്ന് അറിയാൻ കഴിയുമോ? അറിയുമോ? അവർ പറയുന്നത് നാം വിശ്വസിക്കുകയാണ്. എന്താണ് മോളെ താമസിച്ചു വന്നത്? ട്യൂഷൻ ഉണ്ടായിരുന്നു അമ്മേ. ട്യൂഷന് പോയായിരുന്നോ? ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അമ്മേ. ഹേ ഫ്രണ്ട്? അപ്പുറത്തെ ആ ഫ്രണ്ട്. അത് ഏതാണ് ആ ഫ്രണ്ട്? നോക്കുക, എത്ര വിദഗ്ധമായിട്ടാണ് മാതാപിതാക്കളോട് നിങ്ങൾ കള്ളം പറയുന്നത്. മാതാപിതാക്കളെ മറയ്ക്കുവാൻ കഴിയും, മനുഷ്യരുടെ കണ്ണുകളെ മറയ്ക്കാൻ കഴിയും. എന്നാൽ ആ ദൈവത്തിൻ്റെ കണ്ണ് എപ്പോഴും നിന്റെ മേലുണ്ട്. നീ വീഴാതെ, നീ തകർന്നു പോകാതെ. ഇസ്രായേലിൻ്റെ പരിപാലകൻ ഉറങ്ങുകയില്ല, അവൻ മയങ്ങുകയുമില്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അവൻ മയങ്ങുകയില്ല. മുംബൈ പോലുള്ള പട്ടണങ്ങളിൽ എങ്ങനെയാണ് പിക്ക് പോക്കറ്റ് ചെയ്യുന്നതെന്ന് അറിയാമോ? ഒരു ദിവസം ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എൻ്റെ പാസ്പോർട്ട് പോകുവാനിടയായി. അവിടെ എപ്പോഴും മുന്നറിയിപ്പുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് എല്ലാ വ്യക്തികളും. ഒരു സ്ത്രീ, നല്ല തടിച്ച ഒരു സ്ത്രീ, വലിയൊരു മാലയൊക്കെ കഴുത്തിലിട്ട് ഇങ്ങനെ നടന്നു വരുവാനിടയായി. അത് കണ്ടവർ പറയാനിടയായി, തീർച്ചയായിട്ടും ഈ സഹോദരി ഇവിടുത്തുകാരിയല്ല എന്ന്. എന്താണെന്ന് നമ്മൾക്കറിയാവോ? അവർക്ക് അറിയില്ലായിരുന്നു അവിടുത്തെ കാര്യം എന്താണെന്ന്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയതായ സമയത്ത് പെട്ടെന്ന് അവരുടെ മാല അപ്രത്യക്ഷമായിട്ട് പോയി. ഒരു കർച്ചീഫ് എടുത്തിട്ട് മുഖത്തേക്ക് എറിയാനിടയാകും. കർച്ചീഫ് മുഖത്ത് നിന്ന് മാറ്റുന്ന ഇടയ്ക്ക് മാല പൊട്ടിച്ചു കൊണ്ടുപോവുകയും ചെയ്യും. അതുപോലെ തന്നെ ബാഗ് തട്ടിപ്പറിക്കുന്നു. ഞാൻ ആ വണ്ടിയിൽ കയറിയപ്പോൾ പാസ്പോർട്ട് പോകുമെന്ന് പേടിച്ചിട്ട് ഞാൻ ബാഗ് ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കുകയാണ്. എന്നാൽ എൻ്റെ ചുറ്റും ജനങ്ങൾ തിങ്ങി നിൽക്കുകയാണ്. ബാഗിന് ഭാരം കൂടിക്കൂടി വരുന്നു. ഞാൻ ചിന്തിച്ചു, അയ്യോ എന്താണ് എന്ന് വിചാരിച്ച് ഞാൻ മുകളിലേക്ക് ബാഗ് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സ്റ്റോപ്പ് വന്നപ്പോഴത്തേന് ശ്വാസം കെട്ടി ബാഗ് എടുത്ത് നോക്കിയ സമയത്ത് അയ്യോ. അന്നു മുതൽ പിന്നെ ഞാൻ ബാഗ് കയ്യിൽ പിടിച്ചിട്ടില്ല. ഒരാൾ ബാഗ് വലിച്ചു പിടിക്കുന്നു, മറ്റൊരാൾ ബാഗ് കട്ട് ചെയ്യുന്നു, അതിലുണ്ടായിരിക്കുന്ന പേഴ്സ് എടുക്കുന്നു. എത്ര ഭയങ്കരമാണ്! നിമിഷ നേരം കൊണ്ട്. ഞാൻ ഫ്ലൈറ്റ് കയറി ആംസ്റ്റർഡാം പോകേണ്ട വ്യക്തിയായിരുന്നു. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടൊന്നുണ്ടായി. ദൈവം നമ്മെ കൈവിട്ടാൽ നമുക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. എന്നാൽ കർത്താവ് പറയുന്നു, ആണ്ടിൻ്റെ ആരംഭം മുതൽ ആണ്ടിൻ്റെ അവസാനം വരെയും എല്ലായ്പ്പോഴും എൻ്റെ ദൃഷ്ടി ആ സ്ഥാനത്ത് നിങ്ങളുടെ പേരുകൾ ഇടുക, എൻ്റെ പേരിടുക. ജയ്പോളിൻ്റെ മേലുണ്ടായിരിക്കും. അവൻ്റെ ദൃഷ്ടി ജയ്പോളിൻ്റെ മേലുണ്ടായിരിക്കും. ഒരു അപകടവും സംഭവിക്കാതെ, ഒരു ദോഷവും സംഭവിക്കാതെ, ഒരു നാശവും സംഭവിക്കാതെ കാക്കും. എന്നെ കാക്കുന്ന ദൈവം മയങ്ങില്ല. എന്നെ പരിപാലിക്കുന്നതായ കർത്താവ് ഉറങ്ങുകയില്ല. എൻ്റെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുന്ന സന്തോഷം ഓരോ ദിവസവും ആ സന്തോഷം കുറഞ്ഞു പോകാതെ എന്നെ പിന്തുടരും.
ഇതേ സമൃദ്ധി എനിക്ക് വേണമെന്ന് പറയുന്നവർ 7 തവണ ഹല്ലേലൂയ പറയുക. ഹല്ലേലൂയ പറയുക അത്ര എളുപ്പമുള്ളതല്ല. ഇവയെല്ലാം വേണമെങ്കിൽ ദൈവം ഒരു നിയമം നൽകിയിട്ടുണ്ട്. എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് എന്നെ സ്നേഹിക്കുകയാണെങ്കിൽ, എൻ്റെ ഹിതം നിറവേറ്റുകയാണെങ്കിൽ ഞാൻ നിന്നോട് കൂടെയിരിക്കും. വർഷത്തിൻ്റെ ആരംഭം മുതൽ വർഷത്തിൻ്റെ അവസാനം വരെ എപ്പോഴും എൻ്റെ ദൃഷ്ടി നിന്റെ മേലുണ്ടായിരിക്കും. നീ എവിടെ പോയാലും അവിടെ എൻ്റെ ദൃഷ്ടിയും വരും. നിന്നെ കാക്കുന്നതിന് വേണ്ടി, നിന്നെ ഉപദേശിക്കുവാനായിട്ട്, നിന്നെ നടത്തുവാനായിട്ട്, നിന്റെ ജീവിതത്തെ നിന്നെ അനുഗ്രഹിക്കുവാൻ ഈ ആണ്ട് മുഴുവനും എൻ്റെ ദൃഷ്ടി നിന്റെ മേലുണ്ടായിരിക്കും എന്നുള്ളതായ വാഗ്ദത്തം നമുക്ക് ഏറ്റെടുക്കാം. ഈ കാലമൊക്കെയും അനാവശ്യമായ രോഗങ്ങൾ വരാതെ, ആകസ്മികമായ മരണങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ നടക്കാതെ, നമ്മുടെ ജീവിതത്തിൽ അപകടങ്ങൾ, ദുഃഖങ്ങൾ സംഭവിക്കാതെ, കർത്താവ് നിന്റെ മേൽ ദൃഷ്ടി വെച്ചുകൊണ്ട് നിനക്ക് ആലോചന പറഞ്ഞു തന്നുകൊണ്ട് നീ പോകേണ്ടതായ വഴികൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ ദൈവത്തിന്റെ വലിയ വാഗ്ദത്തം നമുക്ക് ഏറ്റെടുക്കാം. കർത്താവിനോട് നമുക്ക് നമ്മുടെ അപേക്ഷകളെ, നമ്മുടെ ആവശ്യങ്ങളെ അറിയിക്കാം. നമ്മുടെ ജീവിതത്തിൽ പുതിയ വഴികൾ തുറന്ന് ലഭിക്കേണ്ടതിനു വേണ്ടി, തടസ്സങ്ങൾ മാറേണ്ടതിനു വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കാം. ഒരു നിമിഷം കണ്ണുകൾ അടച്ചുകൊണ്ട്, കഴിഞ്ഞ കാലത്ത് അനുഭവിച്ച കഷ്ടതയ്ക്ക് പ്രതിഫലം കിട്ടിയില്ല കർത്താവേ. എത്രയോ കാലമായിട്ടൊരു ഉദരബലത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. ഒരുപാട് ചികിത്സകൾ ചെയ്തു, ഒരുപാട് മരുന്നുകൾ കഴിച്ചു. എന്നാൽ എൻ്റെ ജീവിതത്തിൽ തക്കതായ ഒരു ഫലവും കാണുന്നില്ല. കർത്താവേ, എനിക്കൊരു വിടുതൽ നൽകുമാറാകണമേ. എനിക്ക് ഉദരഫലത്തെ നൽകണമേ. ഒരു സ്ഥിരമായ ജോലി ലഭിക്കുന്നതിന് വേണ്ടി ഒരുപാട് ദേശങ്ങളിൽ പോകാനിടയായി. പല പല ജോലികൾ ചെയ്തു നോക്കി. ഒരുപാട് കഷ്ടപ്പെടുവാനിടയായി. ഒരുപാട് പരിശ്രമങ്ങൾ ചെയ്യുവാനിടയായി. കർത്താവേ, ഈ ദിവസങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹീതമായൊരു ജോലി തന്ന് എന്നെ സഹായിക്കണമേ. ആ ജോലി എങ്കിലേക്ക് തന്നെ വരുവാനായിട്ട് നീ സഹായം ചെയ്യണമേ. നിന്നെ അന്വേഷിച്ചാൽ നീ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞല്ലോ. നിന്റെ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. എൻ്റെ ശരീരത്തിൽ നല്ല ആരോഗ്യമില്ലപ്പാ. ഈ മരുന്നുകളും ഗുളികകളും ഉപയോഗിക്കുവാൻ കഴിയുന്നില്ലപ്പാ. ഡോക്ടർമാരുടെ അരികിൽ പോയി ഞാൻ മടുത്തിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ യാതൊരു സ്വസ്ഥതയുമില്ലപ്പാ. ദൈവമേ, സൗഖ്യമാക്കുന്ന യഹോവ നീയാണെന്ന് പറഞ്ഞല്ലോ. ഈ രോഗത്തിൽ നിന്ന് ഞങ്ങൾക്കൊരു വിടുതൽ നൽകുമാറാകണമേ. എനിക്ക് സൗഖ്യം നൽകണമേ. എൻ്റെ മക്കൾക്ക് സൗഖ്യം നൽകണമേ. ഞങ്ങളുടെ ഭവനത്തിന് ചുറ്റും നിന്റെ ദൂതന്മാരെ കൊണ്ട് കാവൽ ചെയ്യണമേ. നിന്റെ ദൃഷ്ടി ഞങ്ങളുടെ മേൽ നീ വയ്ക്കണമേ. നീ നോക്കിയാൽ മതി, ഞങ്ങൾക്ക് സൗഖ്യം ലഭിക്കും. നീ പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് സൗഖ്യം ലഭിക്കുവാനിടയാകും. നിന്റെ ചിറകിന്റെ മറവിലിരുന്നാൽ മതി, ഞങ്ങളുടെ ആകുലതകളെല്ലാം നീങ്ങിപ്പോകാനിടയാകും. നിന്റെ ചിറകിൻ മറവിൽ വസിക്കാതെ ഞങ്ങൾ എവിടേക്കോ മാറിപ്പോകുന്നു. ഞങ്ങൾ ലോകത്തിൽ ആശ്രയിക്കുന്നു, മനുഷ്യരെ ആശ്രയിക്കുന്നു, നീതിക്ക് വേണ്ടി കോടതികളിൽ ആശ്രയം വയ്ക്കുന്നു. ഒരുപാട് ശ്രമങ്ങൾ നടത്തി പരാജയപ്പെട്ടു പോകുന്നു. ഞങ്ങൾക്ക് നിന്റെ കൃപ വേണം കർത്താവേ. അതേ കർത്താവേ, നിന്റെ കൃപ ഒരു നാളും ഞങ്ങളെ വിട്ടുമാറുന്നതല്ലോ. നിന്റെ ദൃഷ്ടിയും നിന്റെ കാവലും കരുണയും എപ്പോഴും ഞങ്ങളെ പിന്തുടരുന്നത് ആകുന്നല്ലോ. ഇവയെ തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ ഹിതപ്രകാരം ഞങ്ങളുടെ ജീവിതത്തെ നയിക്കാൻ സഹായിക്കണമേ. നിന്റെ കൽപ്പനകളെ മറികടന്ന് ശാപഗ്രസ്തരാകാതെ, നിന്നെ സ്നേഹിച്ചുകൊണ്ട്, നിന്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട്, നിന്റെ കാവലിൽ മുൻപോട്ട് പോകുവാൻ ഓരോ വ്യക്തികളെയും നീ സഹായിക്കുമാറാകണമേ. വ്യക്തിപരമായി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. കുടുംബമായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സഭയായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ഓരോ ദിവസങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് നീ മാറ്റണമേ അപ്പാ. ഓരോ നിമിഷവും ദൈവത്തിൻ്റെ ദൃഷ്ടി ഞങ്ങളെ പരിശോധിക്കുന്നുണ്ട് എന്ന ജ്ഞാനത്തോടുകൂടി ജീവിക്കുവാൻ സഹായിക്കണമേ. കൈവിടാത്ത, ഉപേക്ഷിക്കാത്തതായ കർത്താവ് ഒരു കഷ്ടതയുടെ നടുവിലും ഞങ്ങളെ ഉപേക്ഷിക്കുകയില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കഷ്ടതകൾ അനുഭവിച്ചത് മതി കർത്താവേ. പോരാട്ടങ്ങൾ അനുഭവിച്ചത് മതി കർത്താവേ. സ്വർഗത്തിൽ നിന്നുള്ളതായ അനുഗ്രഹങ്ങളെ ഞങ്ങളുടെ മേൽ നീ വർഷിക്കുമാറാക്കണമേ കർത്താവേ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ
സേവിക്കും. നീ മാത്രം രാജാവെന്നും, നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ